യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉത്തരവാദിത്തപൂർണമായ മാതൃത്വവും പിതൃത്വവും എന്ന വിഷയത്തിൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, ദമ്പതികളുടെ നന്മ, മക്കളുടെ നന്മ, സഭയുടെ നന്മ, സമൂഹത്തിൻ്റെ നന്മ. ഇതിൽ നമ്മൾ ദമ്പതികളുടെ നന്മകളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. തുടർന്ന് നമ്മൾ മക്കളുടെ നന്മയെക്കുറിച്ചാണ് ചിന്തിക്കുക. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മാതാപിതാക്കന്മാരുടെ നന്മയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. നമ്മളിനി ചിന്തിക്കേണ്ടത് മക്കളുടെ നന്മയുമായി ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ? ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ ദമ്പതിമാരുടെ നന്മയെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. ഇനി മക്കളുടെ നന്മയും മുമ്പിൽ കണ്ടുകൊണ്ട് ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള മാതൃത്വവും പിതൃത്വവും ദമ്പതികൾ നിർവഹിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിൽ മക്കളുടെ നന്മ മുമ്പിൽ കണ്ടുകൊണ്ട് അവരുടെ ശാരീരികവും ബുദ്ധിപരവും മാനസികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയിൽ മാതാപിതാക്കന്മാർ അധികമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. മക്കൾക്ക് ജന്മം കൊടുക്കുക മാത്രമല്ല, ജന്മം കൊടുക്കുക മക്കളെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരെ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കന്മാരുടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതിൽ ശാരീരികമായിട്ടുള്ള വളർച്ച പ്രധാനപ്പെട്ടതാണ്. അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായി വന്നത്. അപ്പം മക്കളുടെ ശാരീരിക വളർച്ചയിൽ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം, ശാരീരിക വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഭക്ഷണം, അത് നൽകണം. അപ്പോൾ ഇത് ഒരുപാട് മക്കൾ ജനിപ്പിക്കുകയും ഉണ്ടാവുകയും അപ്പോൾ അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണം നൽകാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്ന, സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൽ മക്കളുടെ ശാരീരിക വളർച്ചയിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റു തലങ്ങളിലുള്ള വളർച്ചയും മാനസികമായിട്ടുള്ള വളർച്ച. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ സഭ പറയുന്നത് ഒരു ദമ്പതിമാർ അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയും കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ ആ ഒരു വളർച്ചയിൽ ശ്രദ്ധിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശാരീരികമായിട്ടുള്ള വളർച്ചയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിൽ. കാരണം ഒരു ശിശുവിൻ്റെ സമഗ്ര വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മണ്ഡലങ്ങളിലുമുള്ള വളർച്ച, അതുപോലെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അറിവ് നൽകുക, വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എവിടെയാണ് വിദ്യാഭ്യാസം നൽകേണ്ടത്, ഏത് സ്കൂളിലാണ് നൽകേണ്ടത് എന്നുള്ള അതുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ആളുകൾ വിചാരിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിൽ അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ കൂടുതൽ മികവ് പുലർത്തുന്ന സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മക്കളെ ചേർക്കാനായിട്ട് ചിലപ്പോൾ ചില കാരണവന്മാർ, ചില മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുവേ ഇപ്പോൾ അങ്ങനെയാണ് ഒരു ട്രെൻഡ്. അവർ അന്വേഷിക്കും ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ. പലപ്പോഴും അത് പല തലങ്ങളിലുണ്ടല്ലോ. സ്റ്റേറ്റ് സിലബസ് ആണോ, അല്ലെങ്കിൽ ICSE ആണോ, CBSE ആണോ. പക്ഷേ അവിടെ അവരുടെ മറ്റു രീതിയിലുള്ള ഈ തലയിൽ മാത്രം, ബുദ്ധിയിൽ മാത്രമുള്ള ഒരു വളർച്ചയല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മീയ തലത്തിലും അവരുടെ മാനസിക വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു അവസ്ഥയിലുള്ളൊരു സ്ഥാപനമാണോ എന്ന് ചിന്തിക്കുന്നില്ല. ക്യാരക്ടർ ഫോർമേഷൻ, സ്വഭാവ രൂപവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തിൽ. അപ്പോൾ സ്വഭാവ രൂപവൽക്കരണം പ്രധാനപ്പെട്ടതായതുകൊണ്ട് അയക്കുന്ന ഏത് സ്കൂളിലേക്ക് അയക്കുന്നു ആ സ്കൂളുകൾ നടത്തുന്നത് ആരാണ്,
ആ സ്കൂൾ നടത്തിപ്പുകാരുടെ ആദർശം എന്താണ്, അവർ ഒരു ക്യാരക്ടർ ഫോർമേഷന് അവരുടെ പരിശീലനം സഹായകമാണോ തുടങ്ങിയ കാര്യങ്ങൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട വിധത്തിൽ അവരുടെ സ്വഭാവം രൂപീകരിക്കാനായിട്ടുള്ള ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം ആ സ്കൂളിൽ ഉണ്ടായിന്ന് വരികയില്ല. അതുകൊണ്ട് ഡിസിപ്ലിനും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അവർ ഓർത്തിരിക്കേണ്ടതാണ് ക്രൈസ്തവ മാതാപിതാക്കന്മാർ. നമ്മൾ ഈ അടുത്ത നാളിൽ ചില സ്കൂളുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പത്രത്തിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു വടക്കേ ഇന്ത്യയിലോ ഒക്കെ സ്ഥലങ്ങളിൽ, കേരളത്തിന് വെളിയിലാണ്, ഏതോ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ചെന്ന് അവിടെയുള്ള കുരിശുകളൊക്കെ തകർക്കുക, അവിടെയുള്ള ഇതൊക്കെ നശിപ്പിക്കുക എന്നുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വിടുന്നത് അപകടകരമായൊരു പ്രവണതയാണ്. മാതാപിതാക്കന്മാർ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയിലുള്ള ഒരു ശ്രദ്ധ അത് ആവശ്യമാണ്. വേണ്ടത്ര വിദ്യാഭ്യാസം നൽകുക. പക്ഷേ വിദ്യാഭ്യാസം നൽകുമ്പോൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് കൂടി അവർ മുൻഗണന കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അത് കുട്ടികൾ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് 12ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരെ ഏത് തലത്തിലാണ് ഉപരിവിദ്യാഭ്യാസം നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കന്മാർ മാത്രമല്ല, കുട്ടികളുടെ താല്പര്യം കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മേൽ വലിയ ഒരു സമ്മർദ്ദം മാതാപിതാക്കന്മാർ നൽകുകയായിരിക്കും. ഒരു മാനസിക സമ്മർദ്ദം നൽകുകയാണ്. താല്പര്യമില്ലാത്ത വിഷയം, ഇഷ്ടമില്ലാത്ത വിഷയം, അപ്പോൾ പഠിക്കാനായിട്ട് കഴിവില്ലാത്ത, ഓരോരുത്തർക്കും ഓരോ പ്രത്യേക മേഖലയിലാണല്ലോ താല്പര്യവും കഴിവും ഉണ്ടാകുന്നത്. അപ്പോൾ അതും കൂടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. അല്ല, ഇന്ന് ഇത് വളരെ കോമൺ ആണ്. കാരണം കുട്ടികളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കാതെ മാതാപിതാക്കന്മാർ നീ ഡോക്ടറാകണം അല്ലെങ്കിൽ നീ എഞ്ചിനീയർ ആകണം, ഇപ്പോൾ അതിനേക്കാളൊക്കെ കഴിഞ്ഞ് IAS ഇപ്പോൾ എല്ലാവരും IAS-കാരാക്കണമെന്നാണ് പല മാതാപിതാക്കന്മാരുടെയും ആഗ്രഹം. അപ്പോൾ അവർ ഒരു ഭയങ്കര ടെൻഷനിലാണ്. അവർക്ക് അതിനുള്ള ഒരു ഐക്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ ചെല്ലിനോടത്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എനിക്ക് പല വ്യക്തികളെ അറിയാം, കൗൺസിലിങ്ങൊക്കെ വരും പറയുന്നതാണ്, ഒരു കോഴ്സിന് ചെന്നിട്ട് 6 മാസം തേനേക്കുമ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് പോരേണ്ടി വന്നു, പിന്നെ വേറൊരു സ്ഥാപനത്തിലേക്ക് പോയി വേറെ കോഴ്സിന് ചേരുന്ന അവസ്ഥ. അപ്പോൾ അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. പിന്നെ മറ്റൊരു തലത്തിൽ കുട്ടികളുടെ മാനസിക പക്വത വളർത്തത്തക്ക വിധത്തിലുള്ള, മാനസിക പക്വതയുള്ള വ്യക്തികളായിട്ട് വളരത്തക്ക വിധത്തിലുള്ള ഒരു ശ്രദ്ധ മാതാപിതാക്കന്മാർ കുട്ടികളുടെ ശൈശവത്തിൽ പ്രത്യേകമായിട്ട് നൽകേണ്ടതുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ ബാല്യഘട്ടമാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സംജാതമാകണം. അതിന് മാതാപിതാക്കന്മാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അവരുടെ പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കൂടുതൽ കാരുണ്യത്തോടുകൂടി പെരുമാറാനായിട്ടും അവർക്ക് സാധിക്കണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ്, കാരണം കുട്ടികൾ ശൈശവത്തിൽ, ബാല്യത്തിലുള്ള ഈ അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അത് സൃഷ്ടിക്കണം മാതാപിതാക്കന്മാരും. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും തങ്ങളെ കരുതുന്നുണ്ടെന്നും തങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും പരിഗണിക്കുന്നുണ്ടെന്നുമുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഭയം കൂടാതെ സ്നേഹത്തോടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള ഒരു അന്തരീക്ഷം മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. ഒരു മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. പിന്നെ പലപ്പോഴും പറ്റുന്നത് വെച്ചാൽ മാതാപിതാക്കന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഒന്നുകിൽ അവർ ജോലിക്ക് പോകുന്ന തിരക്കിലായിരിക്കും, ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ വിദേശത്തായിരിക്കും. അപ്പോൾ ഈ അവർക്ക് മാതാപിതാക്കന്മാരുടെ സാമീപ്യം കിട്ടുന്നില്ല, അവൈലബിലിറ്റി ഇല്ല. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മക്കൾക്ക്. തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യേക സാഹചര്യം മൂലം മാതാപിതാക്കന്മാർ ജോലിക്കും മറ്റുമായിട്ടൊക്കെ ഒരുപക്ഷെ വിദേശത്തോ കേരളത്തിന് പുറത്തോ ഒക്കെ ജോലി ചെയ്ത് താമസിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരുപക്ഷെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ. പഴയ ഒരു അഗ്രികൾച്ചറലായിട്ടുള്ളൊരു സൊസൈറ്റി അല്ല നമുക്കുള്ളത്.
കൃഷി വഴിയായിട്ട് കുടുംബം പുലർത്തുന്ന ഒരു സംവിധാനമല്ല നമുക്കുള്ളത്. അതുകൊണ്ട് ജോലി തേടി പോകുക എന്നുള്ളത് ഇന്നത്തെ അനിവാര്യതയാണ്. എങ്കിലും ഈ സാഹചര്യത്തിലും മാതാപിതാക്കന്മാർ അവർ ചെയ്യേണ്ടത് കുട്ടികളുമായിട്ട് ഒരു സമ്പർക്കം, നമുക്ക് ഫോണൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അവധിക്കായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ സമയം കുട്ടികളോടൊത്ത് കുടുംബത്തോടൊത്ത് ചെലവഴിക്കാനായിട്ട് അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം നാട്ടിലുള്ള മാതാപിതാക്കന്മാർ അവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് അവർ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഇപ്പോഴത്തെ പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നതും പലരും പറയുന്നത് വെച്ചാൽ ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു അമിതമായ ഉപയോഗം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പൻ ആണെങ്കിലും അമ്മയാണെങ്കിലും ഓരോരുത്തരിങ്ങനെ മൊബൈൽ ഫോണിലേക്ക് നോക്കി ആ ലോകത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിൽ കുറവാണ്. അത് തമ്മിൽ സംസാരിക്കാനോ അവരുടെ ആശയങ്ങളിൽ ഇടപെടാനോ പറയുന്നത് കേൾക്കാനോ സമയമില്ല. ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് ഈ മൊബൈൽ നോക്കിയിരുന്ന്, അതുകൊണ്ട് മക്കൾക്ക് പിള്ളേർ വലുതായി കഴിയുമ്പോൾ അവർക്കും മൊബൈലായി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നു, ആശയവിനിമയമില്ല, അതൊരു തരം അസ്വസ്ഥയാണ്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കോവിഡ് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും വ്യാപിച്ചപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലുള്ള വർധനവെന്ന് പറയുന്നത്. കാരണം ഓൺലൈൻ കോഴ്സ് എല്ലാ ഈ ചെറിയ ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മൊബൈൽ ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മൊബൈൽ ഒരു ആവശ്യമായിട്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് തീർന്നൊരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ കുടുംബത്തിലെ മാതാപിതാക്കന്മാരാണ് കുട്ടികൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെ എപ്പോഴും മൊബൈൽ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം മൊബൈലിൻ്റെ ഉപയോഗം മാതാപിതാക്കന്മാരെയും മുതിർന്നവരെയും കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉപയോഗത്തിൽ ഒരു ലിമിറ്റ് അത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ, ഒരു ക്രൈസ്തവ സാഹചര്യത്തിൽ അവരെ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കുറച്ച് ത്യാഗങ്ങൾ മാതാപിതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവർ മാതൃക കാണിച്ചുകൊണ്ട് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ മൊബൈൽ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് അമിതമായിട്ടുള്ള ലാളന ചിലപ്പോഴും സംഭവിക്കുന്നത് വഴിതെറ്റിപ്പോകാനായിട്ടും ഇടയുണ്ടെന്നുള്ളതാണ്. ഓവർ പ്രൊട്ടക്ഷന്, ഓവർ കൺസേൺ, കൂടുതലായിട്ടുള്ള താല്പര്യങ്ങൾ ഒക്കെ കുട്ടികളുടെ കാര്യത്തിൽ അതീവമായിട്ടുള്ള ശ്രദ്ധ. അവന് പറയുന്നത് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, 2 കുഞ്ഞല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരോട് കൂടുതൽ സ്നേഹം. പക്ഷേ അത് ചിലപ്പോൾ കൂടുതൽ സ്നേഹവും ഓവർ പ്രൊട്ടക്ഷനും അമിതമായിട്ടുള്ള ഒരു സംരക്ഷണവും ഒക്കെ നൽകുമ്പോൾ അതിന് വേണ്ട വിധത്തിലുള്ളൊരു മാനസിക പക്വതയിലേക്ക് ആ കുഞ്ഞ് വളരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും മാതാപിതാക്കന്മാർ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു, ആവശ്യപ്പെടുന്നതെല്ലാം ലഭിക്കുന്നു. ഇതങ്ങനെ വരുമ്പോഴത്തേക്കും സ്വയമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് ചിലപ്പം പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ തിരുത്തേണ്ടതായിട്ടുള്ള ചില സാഹചര്യമൊക്കെ വരും. തിരുത്തേണ്ടതായിട്ടും നിർദ്ദേശങ്ങൾ നൽകേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ തിരുത്തേണ്ടതായിട്ടുള്ളത് തിരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തിരുത്തുമ്പോഴത്തേക്ക് സ്നേഹപൂർവ്വം തിരുത്തുക, എന്തുകൊണ്ട് തിരുത്തുന്നു എന്ന് ഉള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കാനായിട്ടൂടെ ശ്രമിക്കണം എന്നുള്ളതാണ്. ചിലപ്പോഴല്ലാതെ ചില കാരണവന്മാർ നേരെ എന്തെങ്കിലും ഒരു കുട്ടികളുടെ ഭാഗത്തൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശാസിക്കുകയും ഉച്ചത്തിൽ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയും ശരിയല്ല. അപ്പം സ്നേഹപൂർവ്വം ഉള്ള ഒരു തിരുത്തലുകൾ ആവശ്യമാണ്. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിൽ 5 6 മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾ പരസ്പരം പങ്കുവയ്ക്കാനായിട്ടുണ്ടാകാം, ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ വളർന്നൊരു ഇതാണ്. ഇന്നിപ്പം കുട്ടികൾക്ക് അങ്ങനെ ഇൻ്ററാക്റ്റ് ചെയ്യാനായിട്ട്, പരസ്പരം ബന്ധപ്പെടാനായിട്ടോ, അവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കാനായിട്ടോ, മറ്റുള്ളവരോടൊത്ത് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നുള്ള വേണ്ട വിധത്തിലുള്ള അറിവ് ലഭിക്കുന്നില്ല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും മാതാപിതാക്കന്മാരുടെ ഉള്ളിലൊരു ചിന്ത, ഈ മക്കളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്ന എല്ലാം അവർക്ക് ഒരുക്കി കൊടുക്കുക,
ലഭ്യമാക്കി തീർക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ട് ഇപ്പോഴും. അപ്പോൾ പണ്ടൊക്കെ തമാശയ്ക്കാണെങ്കിൽ പറയുമായിരുന്നു, മാനത്തെ അമ്പിളിമാമനെ ചോദിച്ചാലും അത് പിടിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു ചിന്താഗതി. അത് ഇന്നും പലരുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ തെറ്റായ ഒരു ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് വേറൊരു ജീവിതാവസ്ഥയിലേക്ക് കുട്ടികൾ പ്രായമായി കൗമാരമൊക്കെ പിന്നിട്ട് യൗവനത്തിലേക്ക് വന്ന് വിവാഹിതരായി കഴിയുമ്പോഴത്തേക്കും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു നിരാശയും ഒക്കെ ഉണ്ടാകാനായിട്ടിടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില അരുതുകളും ചില വിലക്കുകളും ഒക്കെ ഇതിനു മുമ്പായിട്ട്, ചില സാക്രിഫൈസസ്, ചില ത്യാഗങ്ങളും ചില നിഷേധങ്ങളും, ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ആവശ്യമല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരുക്കം കൂടി കുട്ടികൾക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു പരിശീലനം കുടുംബത്തിൽ ഉണ്ടാകേണ്ടതാണ്. കഴിഞ്ഞ അച്ഛന് ഓർമ്മയുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്, പത്രങ്ങളിലൊക്കെ വന്നതാണ്. എനിക്കൊന്ന് 1 മാസത്തിന് മുമ്പായിരിക്കണം, ഒരു അമ്മയെ മകൻ കത്തി കഴുത്തിൽ കുത്തിയിറക്കി കൊന്ന കാര്യം. മകന് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, മൊബൈൽ ഗെയിമിന് അവൻ അടിമയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞു അവൻ്റെ മൊബൈലിൽ ചാർജ് തീർന്നപ്പോൾ അവൻ്റെ അമ്മയുടെ മൊബൈൽ ഫോൺ ആവശ്യം. അമ്മ അത് കൊടുത്തില്ല. ആ രാത്രിയിൽ അമ്മ കിടന്നുറങ്ങുമ്പോൾ അവൻ കത്തിയെടുത്ത് അമ്മയുടെ കഴുത്തിൽ കുത്തിയിറക്കി അമ്മയെ കൊന്നു. അപ്പോൾ അത്രമാത്രം ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇങ്ങനെ വസ്തുക്കളുടെ അടിമത്തം മക്കളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നും ഒരു സ്വന്തം അമ്മയുടെ കൊലപാതകത്തിലേക്ക് പോലും നശിപ്പിക്കുന്നത്. അത് സമൂഹം ഉണരേണ്ട ഒരു കാര്യമാണ്. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠം പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് മാതാപിതാക്കന്മാരും മക്കളും ഒക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരിക, മാനസികമായിട്ടുള്ള പക്വതയിലേക്ക് കുട്ടികൾ വളരത്തക്ക വിധത്തിലുള്ള ഒരു പരിശീലനം മാതാപിതാക്കന്മാർ അവർക്ക് നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു പരിശീലനം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു പരിശീലനമാണ്. ഓരോ കത്തോലിക്ക കുടുംബത്തിലും മക്കളെ വളർത്താനായിട്ട് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു പരിശീലനത്തിൽ, ആത്മീയ മേഖലയിലുള്ള വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസമാണ്. അപ്പം അതായത് ഈ വിശ്വാസമാണ് ജീവിതത്തെ മുഴുവനായിട്ട് സ്വാധീനിക്കുന്നത്. ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് ഈ വിശ്വാസമാണ്. മനോഭാവങ്ങളെ സ്വാധീനിക്കുന്നത് ഈ വിശ്വാസമാണ്. സ്വാധീനിക്കേണ്ടത് ഈ വിശ്വാസമാണ്. തീരുമാനങ്ങളെ സ്വാധീനിക്കേണ്ടത് ഈ വിശ്വാസമാണ്. നമ്മുടെ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ക്രൈസ്തവമായിട്ടുള്ള തീരുമാനമായിരിക്കണം. ബന്ധങ്ങൾ ക്രൈസ്തവമായിട്ടുള്ള ബന്ധമായിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരോഹിത്യ ജീവിതം, സമർപ്പിത ജീവിതം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനമായിട്ട് ഒരു മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളെ അവർ നല്ല നിലയിൽ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യരായിട്ട്, നല്ല കത്തോലിക്കരും അതുപോലെ നല്ല സിറ്റിസൺസും രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരുമായിട്ട് വളർന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിൽ, ആത്മീയതയിൽ വളർത്താനായിട്ട് അവർ തയ്യാറാകേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ അതിൻ്റെ പരിശീലിപ്പിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് പരിശീലനം കിട്ടുന്നത്. അപ്പോൾ അത് മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ അവരുടെ പ്രായമനുസരിച്ച് വിശ്വാസത്തിൽ വളരാനും വിശ്വാസത്തിൽ ആഴപ്പെടാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഭവനങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭവനങ്ങൾ അനുഭവപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥനയുടെ ഭവനമായിരിക്കണം. ദൈവസാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കന്മാർ. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ
അവിടുത്തെ സംസാരവും അവിടുത്തെ പെരുമാറ്റവും ആ രീതിയിലായിരിക്കണം. നമുക്കറിയാം നേരത്തെ കുടുംബത്തിൽ പ്രായമായിട്ടുള്ള വല്യപ്പനും വല്യമ്മയൊക്കെ ഉള്ളപ്പോൾ കൊച്ചുമക്കളെയാണ് അവർ പരിശീലിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പരിശീലനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം കുടുംബത്തിലെ പ്രാർത്ഥന, മാതാപിതാക്കന്മാർ കുടുംബ പ്രാർത്ഥന ഉപേക്ഷിക്കാതിരിക്കുക, എല്ലാ ദിവസവും നിശ്ചിതമായിട്ടുള്ള സമയത്ത് ചൊല്ലുക. അപ്പം നിശ്ചിതമായിട്ടുള്ള സമയത്ത് ആ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സാവകാശം ബുദ്ധിയോ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ഒരു മാതൃക ഉണ്ടെങ്കിൽ മക്കൾ വഴി പ്രാർത്ഥിക്കുള്ളൂ. കുഞ്ഞുങ്ങൾ അതൊരു പ്രേരണയായിട്ട് ഇപ്പോൾ നമ്മൾ ബൈബിളിൽ നമ്മൾ കാണുന്നതാണല്ലോ, സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായത്? ഗുരു പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട്. അപ്പോൾ മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് കണ്ടെങ്കിലേ അവർ മാതൃകയെങ്കിലേ മക്കൾക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ദാഹം ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ സംഭവിക്കുന്നത് ദമ്പതികൾ അവർ ഒരു വീട്ടിൽ പ്രത്യേകമായിട്ട് മാതാപിതാക്കന്മാരോട് കൂടെയല്ല താമസിക്കുന്നത്, അവരൊരു വീട്ടിൽ താമസിക്കുന്നു, അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു. അപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് അവരവരുടെ സമയം ഓരോ ജോലിയിലുമൊക്കെ മുഴുകി ചിലപ്പം രണ്ടുപേരേ ഉള്ളൂ, ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യം എന്നാ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ചിലപ്പോഴും തനിയെ പ്രാർത്ഥിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും വളരെ കുറച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പോകുന്ന ഒരു രീതിയുണ്ട്. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന ചിലപ്പോഴെങ്കിലും വേണ്ടെന്ന് വയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഒരു കുടുംബത്തിൽ ചിലപ്പം കണ്ടെന്ന് വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലൊക്കെ സാഹചര്യത്തിലൊക്കെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആത്മീയതയുടെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കന്മാർ കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ ശ്രദ്ധിക്കണം. അതുപോലെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗിസം ഉണ്ട്, ആ കാറ്റഗിസത്തിൽ വിടാനായിട്ട് ഉള്ള ഒരു പരിശീലനം ആവശ്യമാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള തലത്തിലുള്ള വളർച്ചയ്ക്കുള്ള സാഹചര്യം മാതാപിതാക്കന്മാർ അവരുടെ കുടുംബത്തിൽ നൽകണം എന്നുള്ളതാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ആത്മീയ തലത്തിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു. നമുക്കത് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് നീട്ടിവെക്കാം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളെ കുടുംബജീവിതത്തിൽ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും മക്കളെ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ ഇത്രയും സമയം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.